നമസ്കാരം. എന്റെ കൂടെ വീഡിയോ എടുക്കാൻ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു എന്റെ അമ്മ. പക്ഷെ അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞു, ഞാൻ വീഡിയോ എടുക്കാനില്ല, നീ വേറെ ആരെങ്കിലും നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ശരി, എന്റെ കൂടെ അഭിനയിക്കാനുള്ള ആളുകളെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഫൈനലി എന്റെ കൂടെ അഭിനയിക്കാനുള്ള ആളുകളെ ഞാൻ കണ്ടുപിടിച്ചടാ. എനിക്ക് കിട്ടിയടാ അതുപോലെയുള്ള ആളുകളെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇവരൊരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ഇതാണ് ആ വീട്. ഇതൊരു ഓൾഡ് ഏജ് ഹോം ആണ്. ഓൾഡ് ഏജ് ഹോം ആണെന്നുള്ള സെന്റിമെന്റ്സ് ഒന്നും ഇവിടെ എടുക്കില്ല. ഇവിടെയുള്ള അമ്മമാരും അച്ഛന്മാരും ഹാപ്പിയാണ്. മെയിൻ ആയിട്ട് 2 ടാസ്ക്കാണ് നമുക്ക് അവിടെ ചെയ്യാനുണ്ടായിരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അച്ഛന്മാരെയും അമ്മമാരെയും ഹാപ്പി ആക്കി ഇരുത്തണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ടാസ്ക് നമ്മളുടെ കൂടെ അഭിനയിക്കാനുള്ള ആളെ കണ്ടുപിടിക്കണം. ആദ്യം തന്നെ അവർക്കൊരു സന്തോഷം കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ അവർക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് അവർക്ക് വേണ്ടി പാടാന്ന് വിചാരിച്ച് ഞാനൊരു പാട്ട് അവർക്ക് വേണ്ടി അങ്ങ് പാടി. ഈ കൈയടി എനിക്ക് എന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗെയിം കളിച്ച് അവിടെ അവരെ ഒന്നും കൂടി ആക്റ്റീവ് ആക്കി. അതിന്റെ ഇടയ്ക്കാണ് എനിക്ക് അവിടുത്തെ ഒരു കലാകാരൻ ഒരു പാട്ട് പാടി തന്നത്. കണ്ണീർ പിറന്നാലും കാർത്തിക നാളായാലും കണ്ണിന്നു കണ്ണായി തന്നെ ഞാൻ വളർത്തും, എൻ്റെ കണ്ണിന്നു കണ്ണായി തന്നെ ഞാൻ വളർത്തും. കണ്ണീർ പിറന്നാലും കാർത്തിക നാളായാലും കണ്ണിന്നു കണ്ണായി തന്നെ ഞാൻ വളർത്തും, എൻ്റെ കണ്ണിന്നു കണ്ണായി തന്നെ ഞാൻ വളർത്തും. പിന്നെ അവിടുത്തെ അച്ഛൻ നമ്മളോട് സംസാരിച്ചു. അച്ഛൻ ആ ഓൾഡ് ഏജ് ഹോമിനെ കുറിച്ചും അതുപോലെ തന്നെ അവിടെ പാലിറ്റീവ് കെയർ ഉണ്ട്, അതുപോലെ തന്നെ പുതിയതായിട്ട് അവിടെ ഒരു ഡയാലിസിസ് സെന്റർ ആരംഭിക്കുകയാണ്, അതിന്റെ പണി നടക്കുകയാണ്. ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് സ്റ്റാളിൽ നിന്ന് കിട്ടിയ പൈസയും കൊണ്ട് ഒരു ചെറിയ കേക്കും വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ ചെന്നത്, അവർക്ക് കുറച്ചും കൂടി സന്തോഷം കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കേക്കും മുറിച്ച് എല്ലാവർക്കും നമ്മൾ കൊടുത്ത് അവരെല്ലാവരും നമ്മളെ ഹാപ്പി ആക്കിയിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിട്ട് പോകുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ മുഖത്ത് ഒരു ചെറിയ സന്തോഷം കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ അതിന് കാരണം ഞാനല്ല, ദേ ഇവരൊക്കെയാണ്. അപ്പൊ ശരി, എന്നാ അടുത്ത വീഡിയോയിൽ കാണാം. രണ്ടാമത്തെ ടാസ്ക് നമ്മളുടെ കൂടെ അഭിനയിക്കാനുള്ള ആളെ കണ്ടുപിടിക്കണം. കിട്ടിയാ ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ ഇന്ന് തന്നില്ലെങ്കിലോ? കടപ്പുറം കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്കറിയാലോ. മമ്മി നിനക്കറിയാലോ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്ക് മമ്മിക്ക്.